പാറുശേഷി ഒന്ന് നിങ്ങളുടെ ഒരു കോളേജ് കാലഘട്ടത്തിലേക്ക് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് ഒരു അഭിപ്രായം പറയാൻ ഇല്ല എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കോളേജിലേക്ക് ഒന്ന് തിരിച്ചു പോയി കഴിഞ്ഞാൽ ഒരു പ്രപ്പോസൽ സീൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ പ്രപ്പോസൽ സീനൊന്നും ഉണ്ടായിട്ടില്ല. എപ്പോഴും എല്ലായിടത്തും ഇതാ പറയുന്നത്, കുഴപ്പമില്ല. ഇനിയെങ്കിലും സത്യം അങ്ങനെയല്ല, ഞങ്ങളിങ്ങനെ സംസാരിച്ച് ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേർക്കും തോന്നി ഒരുമിച്ച് പോകാം. അല്ലാതെ ശരിക്കും അതിനകത്തൊരു പ്രപ്പോസൽ പോലും ഉണ്ടായില്ല. ഇല്ല. അന്ന് ഞങ്ങൾ പ്രേമിച്ച സമയത്ത് കുറേ ഈ പൈങ്കിളി വാരികളൊക്കെ എന്തൊക്കെയോ അവർ കുറേയൊക്കെ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ കോളേജിൽ കയറുമ്പോൾ ഇദ്ദേഹം പാസ് ഔട്ടാണ്. ഞങ്ങൾ കോളേജ് പ്രേമമൊന്നും ഇല്ല ഞങ്ങളുടെ. പാസ് ഔട്ടല്ല, എൻ്റെ 2 വർഷം ജൂനിയർ. അതെ അതെ. അല്ല, അന്ന് ഓൾഡ് സ്റ്റുഡൻസ് അത് തേർഡ് ഇയർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ 3 വർഷം കൂടെ ഇവിടെ പഠിക്കേണ്ടായി. അപ്പം ഞങ്ങൾ കണ്ട് സംസാരിച്ച് അന്ന് വാട്സാപ്പും കാര്യങ്ങളും ഒന്നും ഇല്ല. അന്ന് മൊബൈൽ ഫോണുണ്ട്. മൊബൈൽ ഫോൺ മൊബൈലുണ്ട്, വാട്സപ്പിലുണ്ട്, മൊബൈൽ ഇതുണ്ട്. അങ്ങനത്തെ നമ്മുടെ ആപ്സും കാര്യങ്ങളും അങ്ങനെയൊന്നും ഇല്ല. SMS ആണല്ലോ എല്ലാം. പെർ ഡേ 100 SMS. പെർ ഡേ 100 SMS. നല്ല പരിചയമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരെ അയച്ചിട്ടുണ്ട്. സമ്മതിക്കുന്നു ക്യാമറയുടെ ഫ്രണ്ടിൽ. അത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള സംസാരിച്ച് അങ്ങനെ നമ്മളൊരു തീരുമാനത്തില് ഞങ്ങൾ എത്തിയതാണ്. ഒരു പക്ഷേ ഇപ്പോൾ ജഗതി സാർ ഇതിനൊരു സമ്മതം മൂളിയില്ല എന്നുണ്ടെങ്കിൽ എന്തായിരുന്നു നെക്സ്റ്റ് നിങ്ങൾ? ഞാൻ ഒരിക്കലും ഞങ്ങളത് നേരത്തെ തൊട്ടേ ഒരിക്കലും പാരന്റ്സിനെ പിണക്കിയിട്ട് ഒരു ഇടപാടും ഇല്ല. എന്നാന്നറിയോ, അത് അടുത്ത് ഞങ്ങൾക്ക് ഞാൻ ഓൺ ബിഹാഫ് ഓഫ് പാറുവിനും കൂടെ ഞാൻ പറയാണ്, നമ്മളെ വളർത്തി വലുതാക്കി ഇവിടം വരെ കൊണ്ട് എത്തിച്ച് 18 വയസ്സ് കഴിയുമ്പം ഞാൻ എൻ്റെ അഭിപ്രായം എന്ന് പറയുന്ന ഒരു പുതുതലമുറയുടെ ഭാഗമല്ല ഞങ്ങൾ. അപ്പനെ അമ്മയെ അനുസരിച്ച് കുടുംബത്തോട് സ്നേഹമായിട്ട് കുടുംബത്തിനോടൊപ്പം ഞാൻ 19 വർഷമായി ഞങ്ങളുടെ തറവാട്ടിൽ അപ്പൻ്റെ അമ്മയുടെ കൂടെ താമസിക്കുന്നു. മനസ്സിലായി? എനിക്ക് മാറി താമസിക്കാൻ വയ്യാത്തോണ്ടല്ല, എൻ്റെ മനസ്സ് ഇതുവരെ അപ്പനെയും അമ്മേനെയും വിട്ടുപോകാൻ കഴിയുന്നില്ല. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇപ്പൊ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ പാറു തിരുവനന്തപുരത്തിനാണ് പോകുന്നത്. ഞാൻ പറഞ്ഞത് പൊങ്കാലയുണ്ട്. പൊങ്കാലയേക്കാൾ ഉദ്ദേശം അപ്പനെ കാണണം എന്നുള്ളതാണ്. പൊങ്കാല എല്ലാ വർഷവും പൊങ്കാല ഇടുന്നത്. പക്ഷെ ഒന്ന് തുമ്മിയാൽ മതി. ഞാൻ പറഞ്ഞത് അപ്പൻ അമ്മ എന്നൊക്കെ പറയുന്ന വികാരങ്ങളെ നിരാകരിച്ചുകൊണ്ട് ഇന്നലെ കാണുന്നു. ഞാൻ പാറുവിനെ സംബന്ധിച്ചാൽ ഇന്നലെ കോളേജ് വെച്ച് കണ്ട ഒരു ചെറുപ്പക്കാരന് വേണ്ടി പോറ്റി വളർത്തി അപ്പനെ അമ്മയെ ഇല്ലാതെ അപ്പനും അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ടൊക്കെ അതൊക്കെ ഒരു ഫേക്കാണ്. അത് അത്ര ഒന്നും പ്രേമമൊന്നുമില്ല. മനസ്സിലായില്ലേ? അപ്പനെ അമ്മയെക്കാൾ വലുതൊന്നും അല്ല നമ്മൾ ഇന്നലെ കാണുന്ന ഒരു പ്രേമം. അത് എപ്പോഴും അവര് തന്നെയാണ് വലുത്. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞു ഓപ്പൺ ആയിട്ട്, നിങ്ങൾ ഓക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓക്കെ. അതേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ആ ഞങ്ങളെ മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞു. അതെ, അതാണ് മെയിൻ. കാരണം ജഗദീഷ് സാർ എന്ന് പറയുമ്പോൾ എന്തിനും അഭിപ്രായം പറയുന്ന, ശക്തമായിട്ട് അഭിപ്രായം പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ്. ഞങ്ങളുടെ ഇഷ്ടത്തിന് അവർ നിന്നില്ല. അദ്ദേഹത്തിന്റെ പ്രേമിച്ച് വിവാഹം കഴിച്ച് പിരിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് കല്യാണം കഴിച്ചത്. അതുകൊണ്ട് പ്രേമത്തിന്റെ ആഫ്റ്റർ എഫക്ട്സും ഗുഡും എല്ലാം പുള്ളിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നല്ലപോലെ ഉപദേശവും തന്നിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ ഇന്നേ വരെ ഒരു കാര്യം ചെയ്യരുത് അന്നൊന്നും കട്ടൻ ട്രൈ ആയിട്ട് പറഞ്ഞില്ല. അതിപ്പോൾ ഇവിടുത്തെ പപ്പയാണെങ്കിലും ഇവിടുത്തെ മമ്മയ്ക്ക് കൊടുക്കേണ്ട സ്വാതന്ത്ര്യം, നമ്മുടെ ഇപ്പം ഷോൺ ആണെങ്കിലും പപ്പയാണെങ്കിലും ഞങ്ങൾ സ്ത്രീകളെ വീട്ടിനകത്ത് ഇരുത്തിയുള്ള പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഫ്രീഡം, നിങ്ങൾക്ക് അമ്മയ്ക്ക് ഇവിടെ അപ്പം ഇവിടുത്തെ മമ്മയ്ക്കാണെങ്കിലും മമ്മയ്ക്ക് സ്വന്തമായിട്ടുള്ള ബിസിനസ് ഉണ്ട്. അതിന്റെ ഉള്ള ഒരു ബൊട്ടീക്ക് ഉണ്ട്, ടൈലറിംഗ് ഷോപ്പ് ഉണ്ട്, കുക്കിംഗ് ക്ലാസ് ഉണ്ട്, പാർലറില്ലേ, ഇപ്പൊ റൺ ചെയ്യുന്നില്ല. പിന്നെ ഞാനും പ്രൊഫഷണൽ വൈസ് ഞാൻ ഇവിടെ കോടതിയിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടേതായ സ്വാതന്ത്ര്യം എപ്പോഴും. അതെ, അപ്പം എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകും. എപ്പോഴും ബിസിയാണ്. ഫാമിലി ആണെങ്കിലും എന്റെ അഭിപ്രായത്തിൽ ഒരു സ്ത്രീ എന്ന് പറയുമ്പോഴത്തേനും അതെ
അതെ ബിസി ആയിട്ട് നമ്മൾ വീട്ടിൽ ചുമ്മാ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഇപ്പോഴത്തെ ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ പറയുന്ന പോലെ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ, ഇങ്ങനെ ഒത്തിരി ബൈപോളാർ ഡിസോർഡർ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇപ്പൊ നമ്മൾ ഈ കണ്ടുവരുന്ന ബൈപോളാർ ഡിസോർഡർ അല്ലെങ്കിൽ പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ ഒക്കെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന അവരുടെ ഹോർമോണൽ സംബന്ധമായിട്ടുള്ളതാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അതൊന്നും കണ്ടുപിടിച്ചിരുന്നില്ല, അറിയത്ത് പോലും ഇല്ല അത് എന്തുകൊണ്ടാണ് അത്ര പ്രശ്നങ്ങൾ. പണ്ട് ഒത്തിരി സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നുണ്ട്, ഒത്തിരി അസുഖങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഒത്തിരി ഈ പറഞ്ഞ പോലെ ക്ലിനിക്സും കാര്യങ്ങളും സൈക്കോളജിക്കലി അതൊക്കെ പ്രൂവ്ഡ് ആകുന്നുണ്ട്, മെഡിക്കേഷൻ എടുക്കുന്നവരുണ്ട്. എനിക്ക് ഒത്തിരി അറിയാവുന്നവരുണ്ട്. എല്ലാ സൗഭാഗ്യങ്ങളോടും കൂടി ജനിച്ചിട്ട് വെറുതെ വിഷമം കണ്ടെത്തി വിഷമിക്കുന്നവരൊക്കെ എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ അതിനൊക്കെ നമ്മളെ ഒന്ന് എപ്പോഴും എൻഗേജ്ഡ് ആയിട്ട് നിർത്തിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ സന്തോഷം നമുക്ക് ആരും കൊണ്ടുതരത്തില്ല, നമ്മൾ തന്നെ നമ്മുടെ സന്തോഷം കണ്ടെത്തണം. അപ്പൊ എല്ലാ രീതിയിലും നമ്മളൊന്ന് എൻഗേജ്ഡ് ആയിട്ട് പാഷനേറ്റ് ആയിട്ട് മൂവ് ചെയ്താൽ ഈ പറയുന്ന അസുഖങ്ങളൊന്നും നമ്മളെ ബാധിക്കില്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ബൈപോളാർ ഡിസോർഡർ ഇപ്പൊ നമുക്ക് അങ്ങനെ സ്ത്രീകൾക്ക് ചുമ്മാ വരുന്ന അസുഖമൊന്നും പറയാൻ പറ്റില്ല. ഒത്തിരി പേര് അതിന് ട്രീറ്റ്മെന്റും മെഡിസിൻസും ഒക്കെ എടുക്കുന്നുണ്ട്. 30 to 40 ഈ പ്രായത്തിനിടയിൽ സ്ത്രീകൾക്ക് ഒരു 80% സ്ത്രീകൾക്ക് ഇപ്പോൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതെ, അത് ഒരു ഹോർമോൺ ചേഞ്ച് ആ സമയത്ത് ഉണ്ടാവുന്നത്. ഡെഫിനറ്റ്ലി അതുണ്ടാവും. ഈ ചൂടൊക്കെ ഒന്ന് നമുക്ക് മാറ്റാം. പറവ ചേച്ചി എനിക്കൊരു സഹായം ചെയ്യണം, ഈ അമ്പലപ്പുഴ ഒന്ന് പഠിപ്പിച്ചു ഇല്ല ഞാൻ ഇലക്ഷന് മത്സരിക്കുമെന്ന് നോക്കി നിൽക്കുകയാണ്. എന്റെ വോട്ട് ചിലപ്പോ വോട്ട് ഏതെങ്കിലും ആളുകൾ ഞാൻ പാടും എന്നൊക്കെ പ്രതീക്ഷിച്ചൊക്കെ കാര്യം പറയാം. ഈ പാട്ട് പാടി വോട്ട് പോയി ഞങ്ങളും കൂടെ വോട്ട് പിടിച്ചു തരും. ആ ഉറപ്പ് വരെ അവള് പാടും, ഞാൻ കൂടെ പാടും. ഓക്കെ, എന്നാ ചേച്ചി പാടും. അമ്പലപ്പുഴ പാടിക്കോ. അമ്പലപ്പുഴ ഉണ്ണി കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ, കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ, തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവെക്കുവാനോടി വന്നതാണു ഞാൻ, രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ കോപകന്യയായോടി വന്നതാണു ഞാൻ, അമ്പലപ്പുഴ പള്ളി പറഞ്ഞു പള്ളി പറയാൻ പറ്റത്തില്ല, ഉണ്ണിക്കണ്ണന്റെ കാര്യം അമ്പലപ്പുഴ തന്നെ പറയണം. അപ്പം പാട്ട് മൂളിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾക്ക് ഒരു സന്തോഷത്തിന്റെ സാധനം കിട്ടിയിട്ടുണ്ട്. പ്രതീക്ഷയ്ക്ക് കൂടുതൽ സമയം നമ്മൾ സംസാരിച്ചു. വളരെ സന്തോഷം. എല്ലാ വിജയാശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്, ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. ആഹാ, എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജി ആണ് ഫ്യൂച്ചർ.